അതുല്യയുടെ ഭർത്താവ് സൈക്കോ സതീഷിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഷാർജ റോള പാർക്കിനടുത്ത ഫ്ളാറ്റിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ മലയാളി യുവതി അതുല്യയുടെ ഭർത്താവ് സതീഷ് ശങ്കറിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. സതീഷിന്റെ ക്രൂരപീഡനം മൂലമാണ് അതുല്യ ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടിരുന്നു. ദുബൈയിലെ സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയറായ സതീഷിനെ പിരിച്ചുവിട്ടെന്ന് കമ്പനി അറിയിക്കുകയായിരുന്നു. സതീഷ് ഉപദ്രവിക്കുന്നതിൻ്റെയും അസഭ്യം പറയുന്നതിൻ്റെയും വീഡിയോ ദൃശ്യങ്ങൾ അതുല്യ ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തിരുന്നു. ഈ വീഡിയോകളുടെയും കുടുംബാംഗങ്ങളുടെ പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് സതീഷിനെ പിരിച്ചുവിട്ടതെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു. 1 വർഷം മുൻപാണ് ഇയാൾ ഈ കമ്പനിയിൽ ജോലിക്ക് ചേർന്നത്. മദ്യപിച്ചുകൊണ്ട് ഡ്യൂട്ടിക്ക് എത്തിയതിനും കൃത്യമായി ഓഫീസിൽ ഡ്യൂട്ടിക്ക് എത്താത്തതിനും ഇയാൾക്ക് നേരത്തെ വാണിംഗ് കിട്ടിയിട്ടുണ്ട് എന്ന് സതീഷിൻ്റെ ഒരു സഹപ്രവർത്തകൻ i2 ന്യൂസിനോട് വെളിപ്പെടുത്തി. അതുല്യയുടെ കുടുംബത്തിൻ്റെ പരാതിയിൽ സതീഷിനെതിരെ ചവറ തെക്കുംഭാഗം പോലീസ് കൊലക്കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട്. കൊലപാതക കുറ്റത്തിന് പുറമെ സ്ത്രീധന പീഡനം, കൈകൊണ്ടും ആയുധം കൊണ്ടും ശരീരത്തിൽ മാരകമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ 6ലധികം വകുപ്പുകളും സതീഷിനെതിരെ ചുമത്തിയിട്ടുണ്ട്. ഷാർജ പോലീസിലും പരാതി നൽകുമെന്ന് അതുല്യയുടെ ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊല്ലം തേവലക്കര കോയിവിള മേലെഴുത്ത് ജംഗ്ഷൻ അതുല്യ ഭവനിൽ S രാജശേഖരൻ പിള്ളയുടെ മകൾ 30-കാരിയായ ടി അതുല്യ ശേഖരനെ ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവും ശാസ്താംകോട്ട മനക്കര സ്വദേശി സതീഷ് ശങ്കറിന്റെ പീഡനമാണ് അതുല്യയുടെ മരണകാരണമെന്ന് കുടുംബവും സുഹൃത്തുക്കളും ആരോപിച്ചിരുന്നു. ഇത് ശരിവെക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും വാട്സാപ്പ് ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ നീ വിളിച്ചു വെച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടി. അയാളെ ഉറങ്ങാനായിട്ട് കിടന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു. ഞാൻ താഴെ കിടക്കുമായിരുന്നു. അമ്മ ഞാൻ പുതപ്പ് മൂടിയ സംസാരിച്ച അമ്മയെടുത്ത് നീ പോയ കാര്യങ്ങളൊക്കെ അതിനാണ് ചവിട്ടി കൂട്ടി തന്നെ ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പറ്റുന്നില്ലടി. മരിക്കുന്നതിന് മുമ്പ് തൊട്ടടുത്ത കെട്ടിടത്തിൽ താമസിക്കുന്ന സഹോദരി അഖിലയ്ക്കും നാട്ടിലെ കുടുംബത്തിനും ഭർത്താവ് സതീഷിൽ നിന്നേറ്റ ശാരീരിക പീഡനത്തിന്റെ തെളിവായി ഫോട്ടോകളും വീഡിയോകളും അയച്ചു കൊടുത്തിരുന്നു. മദ്യപിച്ച് സതീഷ് കാണിക്കുന്ന പരാക്രമങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് കാണാം. വീഡിയോ എന്തുവാടേ വേണ്ടാത്തൊരു ജന്മം കൊണ്ടുകൂടാ. സതീഷ് രാത്രി അതുല്യയുമായി വഴക്കിട്ടിരുന്നതായി ബന്ധുക്കൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. തുടർന്ന് കൂട്ടുകാരോടൊപ്പം അജ്മനിൽ പോയി പുലർച്ചെ 4ഓടെ തിരിച്ചെത്തിയപ്പോഴാണ് അതുല്യയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. സതീഷ് സ്ഥിരം മദ്യപാനിയാണെന്നും കുടിച്ചു കഴിഞ്ഞാൽ അതുല്യയെ ദേഹോദ്രവം ഏൽപ്പിക്കാറുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു. മാസങ്ങളായി തുടരുന്ന ഇത്തരം മാനസികവും ശാരീരികവുമായ പീഡനങ്ങളും സഹിക്കവയ്യാതെ അതുല്യ ഷാർജ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതിയിന്മേൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്നതിന് മുമ്പ് ഈ യുവതി ജീവിതത്തോട് വിട പറഞ്ഞു. വർഷങ്ങളായി UAE-യിലുള്ള സതീഷ് 1.5 വർഷം മുമ്പാണ് അതുല്യയെ അങ്ങോട്ട് കൊണ്ടുപോയത്. നേരത്തെ ദുബായിലായിരുന്നു താമസം. ദമ്പതികളുടെ ഏകമകൾ 10 വയസ്സുള്ള ആരാധിക അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള, മാതാവ് തുളസിബായി പിള്ള എന്നിവരുടെ കൂടെ താമസിച്ച് നാട്ടിലെ സ്കൂളിലായിരുന്നു പഠിക്കുന്നത്. നേരത്തെ മകളെ ഷാർജയിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിലും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ താമസിച്ച് പഠിക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചതിനാൽ തിരികെ നാട്ടിലേക്ക് അയക്കുകയായിരുന്നു. ഇനി അതുല്യയുടെ മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും അയൽപക്കത്തുകാർക്കും ഒക്കെ പറയുവാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഈ മോള് അങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. പക്ഷേ എനിക്കൊരു ഇതുണ്ട്, ഇവർ തങ്ങളതാണ് എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങളാണ് നിരന്തരം. വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞ ആദ്യ വർഷം മുതൽ തന്നെ പീഡനങ്ങളും ആക്രമണങ്ങളും തുടങ്ങിയിരുന്നു. ആദ്യം 1 വർഷം ആവുന്നതിന് മുമ്പ് തന്നെ സ്ത്രീധനത്തിന് കുറഞ്ഞു പോയെന്നും പറഞ്ഞിട്ട് ഇവൻ ഇച്ചിരി സിവിൽ എഞ്ചിനീയർ ശമ്പളമൊക്കെ ഉണ്ട്, അവന് 2 ലക്ഷം രൂപയുടെ ശമ്പളമൊക്കെ ഉള്ളവനാണ്. അന്ന് നമ്മൾ ഒരുപാട് ഹരാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവന്. ഈ കുഞ്ഞിനെ ഹരാസ് ചെയ്യാൻ നമ്മൾ ഡയറക്റ്റ് ചെയ്തില്ല, കുഞ്ഞ് വന്ന് നമ്മളോട് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ അത് അക്രമത്തിലേക്ക് കലാശിച്ചപ്പോൾ പിന്നെ അത് കേസൊക്കെ ആയിരുന്നു ഇവിടെ വെച്ച്. അങ്ങനെ ആ കേസ് പിന്നെ
പിന്നെ കോടതി അത് പിന്നെ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ഒത്തീർപ്പാക്കി അങ്ങ് വിട്ടത്. പിന്നെ ഈ ഒരു കുഞ്ഞില്ലേ, അതിന് ശേഷം കുഞ്ഞിൻ്റെ കാര്യം കൂടെ നോക്കണമല്ലോ എന്ന് വെച്ചാൽ പിന്നെയും ഒരുപാട് കോംപ്രമൈസ് ചെയ്ത് അവൾ പോയ എൻ്റെ മോൾ അന്ന് തൊട്ട് അവൾ കോംപ്രമൈസ് ജീവിക്കുക. ഓരോ ദിവസവും ഓരോ നിമിഷവും അവൾ കോംപ്രമൈസ് ചെയ്ത് തന്നെ ജീവിച്ചിട്ടിരുന്നത്. അത്ര രീതിയിലുള്ള വൃത്തികെട്ട സ്വഭാവമാണ് അവൻ, അത്ര പീഡനമാണ് അവൻ അഴിച്ചു വിട്ടുകൊണ്ടിരുന്നത്. അവളെ കൊല്ല ചെയ്യുകയായിരുന്നു. കൊന്നെന്ന് വേണം പറഞ്ഞാൽ 11 വർഷമായിട്ട് കൊന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ലാസ്റ്റ് അത് പൂർണ്ണമാക്കിയെന്നുള്ളതേ ഉള്ളൂ. അന്ന് മുതൽ അങ്ങനെ തന്നെ അവളെ എൻ്റെ മോൾ അനുഭവിച്ച ഒരു ദുഃഖം, യാതന, പീഡന, സഹനം, വേദന അവൾ ഒരു മനുഷ്യ സ്ത്രീകൾ ഇതുപോലെ ഈ ഭൂമിയിൽ അനുഭവിച്ച് കാണുന്ന പോലെ കൊച്ചു പ്രാർത്ഥന. അതുകൊണ്ടൊക്കെ രാത്രിയിൽ അവൻ വയലൻ്റായി മർദ്ദിച്ച് അതിന് ശേഷം ഞാൻ പെട്ടെന്ന് അവിടെ എത്തി വിളിച്ചുകൊണ്ടിഞ്ഞ് വന്നായിരുന്നു. അപ്പം അന്ന് ഞാൻ പിന്നെ പോകണ്ടെന്ന് പറഞ്ഞ അവളടുത്ത് അവൾ അനിയത്തിൻ്റെ റൂമിൽ കൊണ്ട് നിർത്തിയതായിരുന്നു. അപ്പം ഞാൻ ഉറപ്പിച്ചും പറഞ്ഞു ഇനി ഒരിക്കലും അവൻ്റെ കൂടെ താമസിക്കരുതെന്ന് പറഞ്ഞതായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ കുഞ്ഞ് എന്തോ അവൾ മനസ്സലിഞ്ഞ് പോകും, എന്ന് കാല് പിടിച്ച് കരയുമ്പം മനസ്സലിഞ്ഞ് പോകും. പിന്നെ അവൾ 2-3 ദിവസം അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു മക്കളെ കഴിഞ്ഞ് പോരണമെന്നല്ല ഞങ്ങളെ തീരുമാനം എടുത്തതാണ്. പിന്നെ അവൻ വന്ന് മരിച്ച് വീണ്ടും അവൾ വിളിച്ചുകൊണ്ട് പോയി. അവന് ഒരാവശ്യം അവന് ടച്ചിങ് ഉണ്ടാക്കാനും മദ്യം കുടിക്കുമ്പോൾ അവന് സപ്ലൈ ചെയ്യാനും അവന് വെള്ളം എടുത്ത് കൊടുക്കാനും അവനെ പരിചരിക്കാനും ഉള്ള ഒരു അടിമയെ പോലെ അവൻ കണ്ടിരുന്നത്. അല്ല ഒരു ഭാര്യയായിട്ട് ഒരിക്കലും അവൻ കണ്ടിരുന്നു. ഒരു ഭാര്യയുടെ സ്നേഹം അവന് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലും. അവന് പരിഗണന പോലും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ അക്തിസാക്ഷിയായിട്ട് ഹിന്ദു ആചാരപ്രകാരം വിവാഹം കഴിച്ചതാണ്. കതിർമണ്ഡവും എല്ലാം ആഡംബരമായിട്ട് വിവാഹം കഴിച്ച് വിട്ടതാണ്. പേഴ്സണാലിറ്റി അവനെ കണ്ട പേഴ്സണലി അവനെ ആ ലുക്കിൽ അവനൊരു ഫ്രോഡാണെന്ന് നമുക്ക് തോന്നില്ല. അതാണ് നമുക്ക് ദൈവം മറച്ചു പിടിച്ചത് അവൻ്റെ വ്യക്തിത്വത്തെ, അവൻ്റെ പേഴ്സണാലിറ്റി, അവൻ്റെ ഫ്രോഡിനെ ദൈവം മറച്ചാണ് നമുക്ക് തന്നത്. അവൻ ഫ്രോഡാണെന്ന് അറിഞ്ഞെങ്കിൽ നമുക്ക് പിന്മാറാമായിരുന്നു. പക്ഷെ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞതായിരുന്നു. പിന്നെയും കോംപ്രമൈസ് ചെയ്ത് പോകും അവൾ കുഞ്ഞിനെ ഓർത്ത്. പിന്നെയും അവൾ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച് ദുഃഖപ്പെട്ട അവൾ ഒരുപാട്. എന്നെ കിടന്ന് ഞാൻ അന്ന് സൗദി അറേബ്യയിലാണ് നിൽക്കുന്നതെന്ന് ഫോണിൽ കൂടെ കിടന്ന് വിളിക്കുക, മർദ്ദനങ്ങളോ ഉണ്ടാകുമ്പോൾ നമ്മളെന്ത് ചെയ്യും? അതിനെ നിസ്സഹായനാണ്, നമ്മളൊരു അകലത്തിലാണ്. ഒരു പരിധികളില്ല എല്ലാത്തിനും. ഇപ്പം അങ്ങനെ കാര്യങ്ങളൊന്നും വേണ്ട. മദ്യപിക്കുമ്പോൾ കൈ കിട്ടായ പിന്നെ വിലപിടിപ്പുള്ള ഫോൺ വരെ എടുത്ത് അടിച്ചങ്ങ് പൊട്ടിക്കും. അന്നേരം ഇപ്പുറത്തെ മെൻറ്റാലിറ്റിക്കാരനായ ഇവൻ മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ മാറുവാണ് ആൾ. പിന്നെ അവൻ ചെയ്യുന്നത് എന്താണെന്ന് പോലും അവന് പോലും അറിയത്തില്ല. അന്ന് ഞാൻ ആ വിഷയം ഉണ്ടായ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ഞാൻ മോളെ അതിനോട് ഞാനത് കയറി തടയുക. ഞാൻ പിന്നെ പിടിച്ചൊരു തള്ളു കൊടുത്താണ് മോളെ റിലീസാക്കി കൊണ്ടുവന്നത്. മനസ്സിലായി? അത്ര ഒരു ഭ്രാന്തമായ ഒരു സ്വഭാവമാണ് കാണിക്കുന്നത്. പലരും അന്ന് ഞാൻ അവളെ ഫ്ലാറ്റിൽ നിന്ന് വിളിച്ചിട്ട് കൊണ്ടുവരാൻ നേരത്ത് ഇവന് അവിടെ കുഞ്ഞിനെ വന്ന് പിടിക്കുക പുറമെന്ന്. പിന്നെ അതിനെ കരഞ്ഞുകൊണ്ട് വരും. എൻ്റെ മോള് ആത്മഹത്യ ചെയ്യത്തില്ല. അവൾക്ക് ആത്മഹത്യ പ്രവണതയേ ഇല്ല. അവൾക്ക് പേടിയാണ്, ആത്മഹത്യ ചെയ്യാൻ പേടി. കാരണം അവിടെ മരണ വീട്ടിൽ പോലും പോകത്തില്ല, പേടിച്ച്. ഈ മരിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് പേടിയാണ്. അങ്ങനെയുള്ള ഒരു കുഞ്ഞ്. അതുമല്ല, പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. അഥവാ ഞാൻ ചത്ത എന്നെ അയാൾ കൊന്നയാന്ന് വിചാരിച്ചോണം എന്ന് അവളെ എൻ്റെ പൊടിമോടോട് ഈയിടെയും മെസ്സേജ് അയച്ച് പറഞ്ഞു, മോളെ അമ്മ ചാവത്തില്ല, അമ്മ നിനക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അഥവാ അമ്മ ഇല്ലാതെ വന്നാൽ മനസ്സിലാക്കിക്കോണം മോള് അച്ഛൻ കൊന്നയാണ്. ഇങ്ങനെ വരെ പറയുന്ന ഒരു കുഞ്ഞ്. അതുപോലെ ബർത്ത്ഡേയുടെ സ്റ്റാറ്റസ് 12:30 ഇട്ട് കുഞ്ഞ് ഹാപ്പിയായിട്ട് പിറ്റേന്ന് ജോലിക്ക് വന്ന് തുണിയും മേടിച്ചുകൊണ്ട് അനിയത്തിയെടുത്തൊന്ന് വന്ന് തലേന്ന് എന്നെ സന്തോഷത്തെ ഫോൺ വിളിക്കുകയും ചെയ്ത്. അപ്പം രാവിലെ അനിയത്തിയുടെ അങ്ങ് പോകാൻ നേരം എന്നെ ഫോൺ വിളിച്ച് പോയിട്ട് അനിയത്തിയുടെ വീട്ടിൽ നിന്നിട്ട് വീഡിയോ കോളിൽ വിളിച്ച് അനിയത്തിയും ചേട്ടത്തൂടെ തമാശ പറയും. അനിയനുമായിട്ട് ഇളയ മോടെ കളിയാക്കി സ്കൂളിൽ പഠിച്ച പണ്ടത്തെ ഫോട്ടോ കാണിച്ച് മൂത്ത മോള്. എന്നിട്ട് അവളെ കളിയാക്കി ഇളയ മരുമോനെ കാണിച്ചിട്ടിട്ട് ആ പണ്ട് അവിടെ കോലം ഇതായിരുന്നെന്നും പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയും ചെയ്ത്. അന്നേരം പറഞ്ഞ അവളെ കളിയാക്കണ്ട, എൻ്റെ മോള് അന്ന് നല്ലതാടി എന്ന് ഞാൻ എൻ്റെ മൂത്ത മോളോട് പറയും. നമ്മളറിയുന്നില്ലല്ലോ എൻ്റെ കുഞ്ഞ് നമ്മളെ വിട്ട് പോകുമെന്നൊക്കെ. എന്ന് ഉപദ്രവിച്ചാലും അന്ന് തന്നെ എന്നെ വീഡിയോ കോളിൽ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ച് കാണിക്കും എന്നെ ഇതെല്ലാം കാണിച്ചു. അതുകൊണ്ടല്ലേ ഞാൻ അന്ന് തൊട്ട് മോളിഞ്ഞ് വാടിയെന്ന് ഞാൻ പറയും. എൻ്റെ മോൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. അവൻ കൊന്ന് എൻ്റെ കുഞ്ഞിനെ കെട്ടിത്തൂക്കി നിർത്തിയതാണ്. എന്നുവെച്ചാൽ ആ തെളിവുകളെല്ലാം അതിനകത്തുണ്ട്. ഈ വീഡിയോ വിളിച്ച് എൻ്റെ കുഞ്ഞ് ശരീരം പാടെല്ലാം കാണിച്ചല്ലോ, തെളിവെല്ലാം അതിനകത്തുണ്ട്. ആ തെളിവ് കണ്ട് എൻ്റെ കുഞ്ഞൊരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അവൾക്ക് മൂടി വെക്കാം, എന്നെ തെളിവ് കാണിക്കണ്ടല്ലോ.
അന്നേരം ഉപദ്രവിക്കുന്നതൊക്കെ എന്നെ വീഡിയോയിൽ വിളിച്ച് കാണും. ഞാൻ ദിവസം 2 വട്ടം വിളിക്കും എന്നെ. എനിക്ക് ഇവരിങ്ങനെ വഴക്കടിക്കുന്നതുകൊണ്ടൊരു പേടിയുണ്ട്. അങ്ങനെ എന്തുവാടി സുഖമാണോ, കാരണം ഇന്ന് വഴക്കടിച്ചോ എന്നൊക്കെ ഞാൻ തിരക്കും. അങ്ങനെ മദ്യപിക്കുമ്പോൾ വേറൊരു മുഖമാണ് അവന്. ചില ആണുങ്ങൾ ഇച്ചിരിയൊക്കെ കുടിക്കുമായിരിക്കും, നമുക്കറിയത്തില്ല. ഇത് ഭയങ്കരം കൂടിയ കുപ്പിയെടുത്ത് പച്ചവെള്ളം പോലുള്ള കുപ്പിയൊക്കെ എന്നാ പറയുന്നത്, നമുക്കറിഞ്ഞൂടാ അതിൻ്റെ പേരൊന്നും. ഓൾക്കയാന്നോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ മോള് പറയും, അമ്മേ 3000-ൻ്റെയും 4000-ൻ്റെയും കുറഞ്ഞ കുപ്പി എടുക്കത്തില്ല. അത് ശമ്പളം ഉണ്ടല്ലോ, 2 ലക്ഷം രൂപ ശമ്പളമുണ്ട്. അപ്പോൾ അവൻ ആ ശമ്പളം തീരുന്നിടം വരെ കുടിക്കും, പിന്നെ ക്രെഡിറ്റ് കാർഡ് എടുക്കും. 11:25 വരെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു വാട്സപ്പിൽ. അവളിവിടെ വൈകിട്ടൊരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഒരു 6 മണി വരെ, ഒരു 6:15 വരെയൊക്കെ ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ടൈമിൽ അവൾ ഹാപ്പി ആയിരുന്നു, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. നല്ലപോലെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിരുന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് പോയത്. അവിടെ ആ ചിരിച്ച മുഖമാണ് ലാസ്റ്റ് ഞാൻ കാണുന്നത്. പിന്നെ രാവിലെ ഈ ന്യൂസ് അറിയുമ്പോൾ നമുക്കത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല. കാരണം ഇത്രയും നാൾ ഇത്രയും ദുഃഖങ്ങൾ അനുഭവിച്ചിട്ട് ഇപ്പം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ഇത്രയും നാൾ ഇതിൽ പിടിച്ചു നിൽക്കത്തില്ലല്ലോ. ഇവിടെ വന്നിട്ട് ഞങ്ങൾ കുറെ ഫോട്ടോസ്, അവൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുപ്പിച്ചു എന്നെ കൊണ്ട്, നമുക്ക് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇപ്പൊ കളിയാക്കുകയും ചെയ്തു, ഇത്രയൊക്കെ വീടിന്റെ അകത്ത് നിന്നിട്ട് എന്തോ എടുക്കാൻ. അപ്പോൾ അവള് പറഞ്ഞിട്ട് ഞാൻ പുറത്തോട്ടൊന്നും പോകുന്നില്ലല്ലോ അധികം, എപ്പോഴും റൂമിൽ തന്നെയാണ്. പുള്ളി അവധി കിട്ടുമ്പോൾ വെള്ളം ഒഴിക്കുക, റൂമിൽ കിടക്കുക, ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുക. അല്ലാതെ അവളെ എങ്ങനെ പുറത്ത് കൊണ്ടുപോക്കും, അങ്ങനെ ഒരു എൻജോയ്മെന്റ് ലൈഫൊന്നും അവർക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും, എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഇങ്ങനെ ഉപദ്രവം കൊള്ളാം ഇവിടെ നിൽക്കുന്നത്, നാട്ടിൽ പോവും എല്ലാരും പറഞ്ഞതാ. അവള് പക്ഷെ എത്ര പറഞ്ഞാലും പിന്നെയും പുള്ളി മാറുപടി. പുള്ളി ഒന്ന് സ്നേഹം കാണിക്കുമ്പോഴത്തേക്കും അവള് പിന്നെയും എല്ലാം ശരിയാവും, കുഞ്ഞിനെ ഓർത്തും. പുള്ളിയെ അത്ര സ്നേഹിച്ചിരുന്നു അവള്. എന്ത് ഇഷ്യൂ വന്നാലും അവൾ ആദ്യം എന്നെയാണ് വിളിക്കുന്നത്. ഞങ്ങൾ തമ്മിലൊരു സിസ്റ്റർ ആ ഒരു രീതിയല്ല, ഫ്രണ്ട്സിനെ പോലെ എന്തുണ്ടെങ്കിലും ആദ്യം എന്നെയാണ് വിളിക്കുന്നത്. ഇന്നലെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അവളെ രാത്രി 11:25 വരെ സംസാരിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല. അതിനുശേഷം അവൾ എനിക്കൊരു വോയിസ് മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. സാധാരണ എന്ത് ഇഷ്യൂ ഉണ്ടായാലും ആദ്യം എന്നെയാണ് വിളിക്കുന്നത്. ഇവിടെ വെച്ച് പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ പോയി അവളെ വിളിച്ചിട്ട് വരും, ഇനി പോകരുതെന്ന് പറയും. അവൾ ഇവിടെ വന്ന് നിൽക്കും, ഇനി പോത്തില്ല നാട്ടിൽ പോവാന്ന് പറയും. ഒരാഴ്ച ഇവിടെ നിന്ന് കഴിയുമ്പോൾ പുള്ളി പിന്നെയും വിളിക്കും, കരഞ്ഞ് കാല് പിടിക്കുമ്പോഴത്തേക്കും ഇവള് പിന്നെ ഒരു ചാൻസ് കൂടെ കൊടുക്കാം, നന്നാവും എന്ന് പറഞ്ഞ് പിന്നെയും പോകും. ഇത് തന്നെ വർഷങ്ങളായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ജോലിക്ക് പോകുന്ന സമയത്ത് ആദ്യം ഇപ്പോഴാണ് ഇവര് സ്റ്റുഡിയോയില്, അതിന് മുന്നേ ഇവര് ഈ പാർട്ടീഷൻ ഇതിൽ താമസിക്കുമായിരുന്നു. അപ്പം അവിടെയൊക്കെ ജോലിക്ക് പോകുമ്പോൾ പുറത്തുനിന്ന് താക്കോല് പൂട്ടിയിട്ട് പോകും. അപ്പൊ നമ്മൾ പറയുകയും ചെയ്യും, ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റുകളാണ്, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നീ ഇങ്ങനെ ഒരു തീപിടുത്തം എന്തെങ്കിലും ഉണ്ടായി നീ ഇങ്ങനെ പുറത്തോട്ട് നീ താക്കോല് കൊടുക്കരുതെന്ന് പറയാം. അപ്പോൾ പറയുന്നത് എന്ത് ചെയ്യാനായിട്ട് ഈ സംശയമാണ്. സ്റ്റുഡിയോയിൽ താമസിക്കുമ്പോൾ പോലും താക്കോല് പൂട്ടിയിട്ട് പോകും. പുള്ളി ഒരു പ്രത്യേക ക്യാരക്ടറാണ്. ആരോടും അങ്ങനെ സംസാരിക്കുന്ന ഇഷ്ടമല്ല. പെൺകുട്ടികൾ പോലും ഫ്രണ്ട്സ് ഫോൺ വിളിക്കുന്ന ഇഷ്ടമല്ല. നമ്മൾ തന്നെ ഇപ്പൊ ഒരു ടൈമിൽ പുള്ളി കിടന്ന് ഉറങ്ങുകയോ എന്തെങ്കിലും ആണ്, എന്റെ വീട്ടിലോ എന്നെയോ ഒക്കെ പുള്ളി കുടിച്ചിട്ട് കിടക്കുന്ന സമയത്ത് വിളിക്കുമ്പം പുള്ളി കിടന്ന് ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് തെറി വിളിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ സാധാ ഒരു നോർമൽ മനുഷ്യന്റെ രീതിയല്ല. കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അവള് പറയുന്നതാണ്, വെളുപ്പിനെ 4 മണിക്ക് വരെ എഴുന്നേറ്റിട്ട് പുള്ളി മദ്യപിക്കുക. അതും കുപ്പികൾ ഇങ്ങനെ തീർത്തിട്ടിരിക്കും. അത് മദ്യം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു സൈക്കോ രീതിയാ പുള്ളിയുടെ കാര്യങ്ങൾ. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ, നമ്മുടെ വീട്ടിൽ വന്ന് നിന്നിട്ടുള്ള, എന്റെ കല്യാണ സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതാ പലവട്ടവും. നമ്മളെല്ലാ ബന്ധുക്കളും ഇടപെട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ മാറും എന്ന് പറഞ്ഞ് ഇവള് പിന്നെയും ഇവള് അഡ്ജസ്റ്റ് ചെയ്തതാണ് ഇങ്ങനൊരു ഇതിൽ എത്താൻ കാരണമായി. ഒരിക്കലും എന്റെ ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല. കാരണം അവൾ ഇത്രയും നാള് ഇത്രയും ഇങ്ങനെ അനുഭവിച്ചത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അവള് പലവട്ടവും പറയുമ്പോ അവളെന്റെ അടുത്ത് പറയും, എടി കുഞ്ഞിനെ ഓർക്കണ്ടേടി. പിന്നെ അത് കുഞ്ഞിന്റെ കാര്യം പറയുന്നെങ്കിലും എനിക്കറിയാം അവിടെ ഉള്ളിന്റെ ഉള്ളിൽ പുള്ളിയെ അവൾ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അവിടെ കുഞ്ഞിനെ പോലും വാരി കൊടുക്കാത്ത അവള്, ആ കുഞ്ഞിനെ അറിവുള്ള അവള് ഫുഡ് തന്നെ കഴിയും. പുള്ളിക്ക് വാരി കൊടുക്കണം ഫുഡ്, പുള്ളിക്ക് ബട്ടൺസ് ഇട്ട് കൊടുക്കണം, പുള്ളിയുടെ A to Z കാര്യങ്ങള്, ഇടുന്ന ഡ്രസ്സ് പോലും അവള് കയ്യിലെടുത്ത് കൊടുക്കണം.
എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിന് ഒരു വീഴ്ച വന്നാൽ അതിനെ ചൊല്ലി പ്രശ്നം ഉണ്ടാക്കും. വെറും എന്നിട്ട് കുടിക്കാതിരിക്കുന്ന സമയത്തും അടി ഉണ്ടാക്കും. കുടിക്കാതിരിക്കുന്ന സമയത്ത് അടി ഉണ്ടാക്കുന്ന വെറും നിസ്സാര കാര്യങ്ങളാ. നമുക്ക് തന്നെ അത്ഭുതം തോന്നി, ഇതൊക്കെ ഒരു റീസൺ ആണോ? കൊലപാതകം തന്നെ. അവൾ സ്വയം ചെയ്യാൻ ഒരു മനസ്സുള്ള ഒരു കൊച്ചല്ല അത്. കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിക്കണം, ഒത്തിരി നാൾ ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളൊരു കുട്ടിയായിരുന്നു. അവൻ്റെ മർദ്ദനത്താൽ തന്നെ മരിച്ചത്. എനിക്കറിയാമായിരുന്നു അത്. എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ മോളോട് എന്നോട് ഇട്ടുകൊണ്ടിരുന്നത് അതുപോലെ കാര്യങ്ങളാണ്, ഇതേപോലെ പ്രശ്നങ്ങളാണ്. എൻ്റെ ഫസ്റ്റ് നൈറ്റ് തൊട്ടേ തുടങ്ങി ഉപദ്രവമാണെന്നെല്ലാം എന്നോട് പറഞ്ഞിരുന്നു ഈ കൊച്ച്. അപ്പം ഞാൻ അന്നൊക്കെ പറയും, പിന്നെ ഒരു കുഞ്ഞൊക്കെ ആയപ്പോഴും ഒരു പ്രശ്നം ഇങ്ങനെ സോൾവ് ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. പിന്നെ വലിയ പ്രശ്നത്തിലോട്ട് ഇവർ പോയപ്പം ഈ കൊച്ച് വെന്തം ഒഴിയണമെന്നും പറഞ്ഞ് ഇവിടെ വന്നു. തള്ളയോട് വന്നേച്ച് പറഞ്ഞ അമ്മ എനിക്ക് വെന്തം ഒഴിയണമെന്ന് പറഞ്ഞ് അങ്ങനെ വെന്തം ഒഴിയാനായിട്ട് ഇവർ കോടതി കൊടുത്ത് കേസായി, പ്രശ്നങ്ങളായി, കോടതിയിലായി. അങ്ങനെ കോടതി കേസിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം ഞാൻ പറഞ്ഞു, അതുല്യ അവൻ വന്ന് എന്തോ പറഞ്ഞാലും മോള് കേൾക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഈ കൊച്ച് കോടതി പോയിട്ട് വേണം ഇവൻ ഒത്തുതീർപ്പാന്നും പറഞ്ഞ് ഈ കൊച്ചെന്തോ അവിടെ അവർ രണ്ടുപേരെയും കൂടെ സംസാരിക്കാൻ അങ്ങോട്ടും വിട്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല മോനെ. കോടതി വന്ന് ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കാനായിട്ട് വിട്ട സമയത്ത് ഭയങ്കര മദ്യപാനിയെന്ന് ഇവർ തന്നെ പറയുന്നു. അവൻ 2 ലക്ഷം രൂപയ്ക്ക് ശമ്പളം ഉണ്ടെന്ന്. മദ്യം കുടിച്ച് കഴിഞ്ഞാൽ അവന് ഭ്രാന്താന്നത്. ഇപ്പോൾ പോയ കമ്പനിക്കായി 2 ലക്ഷം രൂപ ശമ്പളം. മുമ്പങ്ങ് അത്ര വലിയ ഇതിലല്ലായിരുന്നു. പിന്നെ ഇവനെ ഈ കൊച്ചിനെ മനഃപൂർവ്വം കൊല്ലണമെന്ന് അമ്മ. പിന്നെ ഇവൻ പണ്ടൊരു വാക്ക് പറഞ്ഞെന്ന്, നീ ചത്താൽ എൻ്റെ അയ്യത്ത് നിന്ന് ദഹിപ്പിക്കത്ത് പോലും ഇല്ലെന്ന്. അപ്പോൾ അവൻ്റെ ക്രൂരത എന്താണെന്ന് മോൻ ചിന്തിരും. വേറൊന്നും പറയണ്ട. എനിക്കുണ്ട് 49 വയസ്സുള്ള ഒരു മോന. അവൻ്റെ ക്രൂരത, മനസ്സിൻ്റെ ക്രൂരതയുടെ ഉടമസ്ഥ എന്താണെന്ന് ചിന്തിക്കും. നമ്മുടെ മുമ്പിൽ വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ ചെന്ന് ഈ കുഞ്ഞിൻ്റെ കാലിലെ വീണ് കരഞ്ഞേച്ച് പറയാതില്ലേ ഇനി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടാകത്തില്ല എന്നും പറഞ്ഞ് അവൻ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെയും തുടങ്ങുന്നല്ല പണിയാണ്. അതാ പറഞ്ഞത്. ഈ കൊച്ചെന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ള ഒരു കുഞ്ഞ്. ഈ കുഞ്ഞിനെ എന്ത് ഇവൻ ചെയ്യാൻ മനസ്സ് വന്നല്ലോ എന്നുള്ളതാണ് നമുക്ക് വേദന, വേറൊന്നുമല്ല. നമ്മളോട് പറയാറുണ്ടായിരുന്നു, വീട്ടുകാരോട് പറയാറുണ്ട്. നമ്മൾ വീട്ടുകാരായാലും ഞങ്ങൾ ഫ്രണ്ട്സ് ആയാലും അവളോട് പറയാറുണ്ട്, നിനക്ക് പറ്റത്തില്ലേ, നീ ഒഴിവായിട്ട് വാ, നിനക്ക് അവന്റെ കൂടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ല, നീ ഒഴിവായിട്ട് വാ എന്ന് പറയും. കുറെയൊക്കെ കേട്ട് വരികയും ചെയ്തിട്ടുണ്ട്. വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് തന്നെ ഇരിക്കുമ്പോൾ ഇവൻ വിളിച്ചിട്ട് പോട്ടെ, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ്, സോറി, ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പറയുമ്പോഴത്തേക്ക് ഇവളുടെ മനസ്സലിഞ്ഞിട്ട് ഇവള് അവന്റെ കൂടെ പോവുകയാണ് ഉണ്ടാകുന്നത്. വീണ്ടും അവിടെ ചെല്ലും. 2 ദിവസം കഴിയുമ്പോൾ ഇവന്റെ സ്വഭാവം വീണ്ടും അതേപോലെ ആവും. വീണ്ടും ഇത് തന്നെ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഡിഗ്രി ചെയ്തതാണ്. അവള് ചെയ്യാനുള്ള സിറ്റുവേഷന് മീൻസ് ഇതിനേക്കാട്ടിലും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെക്കാട്ടിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കൂടി അവള് ഇങ്ങനെ ഒരു എന്താ പറയാ സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ആ ഒരു തീരുമാനം എടുത്തിട്ടില്ല. നമ്മളായാൽ കൂടി ഇപ്പൊ ഞാനായാലും എൻ്റെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവളോട് പറയുമ്പോൾ എനിക്ക് അവള് മോട്ടിവേഷൻ തരിക ചെയ്യുന്നത്. അങ്ങനെ ചെയ്തുകൂടാ, നമുക്ക് കുഞ്ഞുണ്ട്, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ആയി നിർത്തുന്ന വ്യക്തിയായിരുന്നു. ആ ഒരാള് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പ്രശ്നം ഉണ്ടായിരുന്നു. പിതാവ് പറയുന്നത് പോലത്തെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരുടെ ലൈഫിൽ നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഈ സതീഷ് എന്നെ 3 or 4 വട്ടം എൻ്റെ അടുത്ത് തന്നെ ഇതിന്റെ ഇടയിൽ നിന്ന് എന്താ പറയാ അതുലിയെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം, ഇനി എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാവത്തില്ല എന്നും പറഞ്ഞിട്ട് കുറെ തവണ കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഇവള് അവന്റെ കൂടെ അവിടെ ഫ്ലാറ്റിലായിരുന്നു. അപ്പം ആ സമയത്ത് ഇവളുടെ അച്ഛനും അനിയത്തിയും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഇവളെ ഉപദ്രവിച്ചിട്ട് അന്ന് രാത്രി ഇവളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് അങ്ങനെ അച്ഛനും അഖിലയും വന്നു, ഞാനിപ്പോൾ അഖിലേന്റെ ഫ്ലാറ്റിലാണുള്ളത് എന്നും പറഞ്ഞിട്ട് അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് ഇവൻ വന്നിട്ട് സോറി പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യമേ അവൻ്റെ കൂടെ പോയി. ഇവളങ്ങനെ തന്നെ കാണിക്കുന്നത്. കാരണം ഇവക്ക് അവൻ എന്ത് ചെയ്താലും അതിലൊരു എന്താ പറയാ അന്നേരത്തേക്കേ ഉള്ളു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവള് അയ്യോ പാവല്ലേ, ചേട്ടൻ എന്താ ഒറ്റയ്ക്ക് എങ്ങനെ ചേട്ടൻ നിൽക്കും, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. മദ്യം കഴിച്ചു കഴിഞ്ഞാല് എന്താ അയാൾക്ക് മദ്യം കുറച്ച് ഓവറായിട്ട് അയാൾ കുടിച്ച അയാൾ പിന്നെ അയാൾ പോലും അല്ല, അങ്ങനെ ആ രീതിയിലാണ് ഉപദ്രവിക്കുന്നത്. ചെറിയ കാരണം മതി, നിസ്സാര കാരണം മതി. ഈവൻ നമ്മൾ ഫ്രണ്ട്സ് പോലും ഞാൻ തന്നെ കുറെ വട്ടം വിളിച്ചിട്ടുള്ളപ്പോ എത്രയോ തവണ ഫോൺ തല്ലി പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്, വിളിക്കരുതെന്ന് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സുഹൃത്തുക്കൾ, അതായത് ഫ്രണ്ട്സ് ആര് വിളിച്ചാലും ഫോൺ എടുത്തിട്ട് ഒന്നെങ്കിൽ സ്പീക്കർ കോൾ ഇടണം, അതല്ലാന്നുണ്ടെങ്കിൽ അയാൾ എടുത്തിട്ട് പറയും അവളിവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യും. അവളില്ലാത്ത ടൈമിൽ, അയാളില്ലാത്ത ടൈമിലാണ് അവള് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. കുട്ടിയോട് അയാൾക്ക് ഒരു ആത്മാർത്ഥതയും കാര്യങ്ങളും ഒന്നുമില്ല, ഒരാത്മാർത്ഥതയും കുട്ടിയോടും ഇല്ല. കുട്ടിക്കും അയാളെന്ന് പറയുന്നത് ഒരു പേടിയും ആണ്.
അയാൾക്ക് കുട്ടിയോട് ഒരു തരത്തിലുള്ള ഇതുമില്ല. കാരണം അയാൾക്ക് ഈ വൈഫിനോടായാലും അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു ഇതൊന്നുമില്ല. അവന്റെ എന്താ പറയാ അവന്റെ ആവശ്യത്തിന് മാത്രമുള്ള ഒരു ഉപകരണം അത്രേ അവൾക്ക് കൊടുക്കുന്നുള്ളൂ. അല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നും. പിന്നെ നമ്മളൊക്കെ കാണുമ്പോഴും വിളിക്കുമ്പോഴും നേരിട്ട് കാണുമ്പോഴൊക്കെ ഭയങ്കര സ്നേഹം അതൊക്കെ പ്രകടിപ്പിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് അവന് കുഞ്ഞിന്റെ അടുത്ത വൈഫിനോടോ ഇല്ല. ഡിവോഴ്സിന് മൂവ് ചെയ്തോണ്ടായിരുന്നു. കഴിഞ്ഞ 3 മാസം മുമ്പ് 6 മാസം മുമ്പായിട്ടെന്ന് പറയാൻ പറ്റും. കറക്റ്റ് അങ്ങനെ മാസം പറയാൻ പറ്റൂല. ഇവിടെ നിന്ന ടൈമിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു വക്കീലെടുത്തി കോടതിയിൽ വക്കീലിന്റെ കേസ് ഫയൽ ചെയ്തിട്ടാണ് ഇവള് വിസിറ്റിംഗ് വിസയിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ ഇതിൽ തന്നെ വിസിറ്റിംഗ് വിസ എടുത്ത് പോയി അവിടെ ജോലി റെഡി ആകുവാണെങ്കിൽ കയറാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് കുറച്ചു നാൾ റൂമിൽ നിന്നിട്ട് ഇവളുടെ അതായത് അനിയത്തിന്റെ ഹസ്ബൻഡും അനിയത്തിയും കൂടി എവിടെ ഇവർക്ക് ജോലി റെഡിയാക്കി കൊടുത്ത് അത് ജോയിൻ ചെയ്യാൻ ഇരിക്കുകയാണ്. ഇവൻ പിന്നെയും വിളിച്ചിട്ട് ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല, ഇനി അങ്ങനെ ഇതാവൊന്നും ആവത്തില്ല, എനിക്ക് എൻ്റെ മാപ്പ് താ എനിക്കെന്നും പറഞ്ഞിട്ട് സംസാരിച്ചപ്പോ ഇവളുടെ ബന്ധുക്കളും അത്യാവശ്യം എല്ലാരും കൂടിയാണ് ഇവളുടെ അടുത്ത് പറഞ്ഞ ഒരു ചാൻസ് കൂടി കൊടുക്കുക. ആ വോയിസ് എന്നോട് സംസാരിച്ച വോയിസ് ഞാൻ ഓൾറെഡി മീഡിയക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവള് പോകുന്നത്. ഒരു ചാൻസ് കൂടി ചേട്ടന് കൊടുക്കാം, എന്താ ഭയങ്കര വികൃത രൂപമായി, അതുകൊണ്ട് ചേട്ടൻ്റെ കൂടെ ഞാൻ വേണമെന്ന് പറഞ്ഞാണ് ഇവള് ലാസ്റ്റ് പോകുന്നത്. അങ്ങനെ ആ ഡിവോഴ്സ് കേസ് അങ്ങ് തള്ളിപ്പോയി. പിന്നെ അതിന്റെ വഴിക്ക് അവള് പോയില്ലല്ലോ. അങ്ങനെ പിന്നെ അവര് ഹാപ്പി ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്നേ. ചോദിക്കുമ്പോ അല്ല ഇപ്പൊ ഒരു കുഴപ്പമില്ല, നല്ല രീതിയിലാണ് പോകുന്നത്, ഇപ്പൊ എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നിന്നത്. പിന്നെ ഞാൻ നല്ലോണം വഴക്ക് പറയും. കാരണം ഞാൻ കുറെ നാളുകൊണ്ട് ഇവളോട് പറയുന്നതാണ്, നിനക്ക് പറ്റത്തില്ലെങ്കിൽ ഒഴിഞ്ഞിട്ട് നീ എന്തിനു കടിച്ചു തൂങ്ങി കിടക്കുന്നത്. ഇപ്പോഴത്തെ കാലമല്ലേ, ഇപ്പം പണ്ടത്തെ കാലമല്ലേ എല്ലാം കടിച്ചു തൂങ്ങി കിടക്കുക. ഇപ്പൊ ഈ 2027-25 കാലഘട്ടത്തിൽ എന്താ പറയാ ഇതിന്റെ ഒരാവശ്യവും ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട ഒരാവശ്യവും ഇല്ലെന്ന് പറഞ്ഞപ്പം പിന്നെ എന്റെ അടുത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയല് നിർത്തി. കാരണം എന്താ ഞാൻ വഴക്ക് പറയുന്നു വെച്ചാൽ അത് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നോട് കൂടുതൽ പറയാൻ വരാത്ത നീ വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ടാണ്. അവനായിട്ട് തന്നെ എടുത്തിട്ടത് കൊണ്ട് അതിന്റെ സത്യാവസ്ഥ പറയാം. അവൻ തന്നെയാണ് അവളെ പറഞ്ഞ് നാട്ടിൽ വിട്ടത്. എന്താ പറയാ പ്രഗ്നന്റ് ആയിരുന്നു, 4 മാസം പ്രഗ്നന്റ് ആയിട്ട് അവൻ തന്നെയാണ് നാട്ടിൽ പറഞ്ഞു വിട്ടത്. അവന് 40 വയസ്സുണ്ട്, പോരാത്തതിന് അവൻ ഷുഗറിന്റെ ഇൻസുലിൻ എടുക്കുന്നു. അപ്പൊ 2 കുഞ്ഞുങ്ങളുടെ ചെലവും കൂടി അവന് പറ്റത്തില്ല. മാത്രമല്ല നമുക്ക് ആരാധിക മോള് തന്നെ മതി. ആ വോയിസ് എന്റെ കയ്യിലുണ്ട്, അവൾ എന്നോട് പറയുന്നത്. ആരാധിക മോള് തന്നെ മതി, ഒരു കുഞ്ഞും കൂടി വേണ്ട എനിക്ക് എന്നുള്ള രീതിയിൽ അവൻ തന്നെയാണ് അവളെ പറഞ്ഞ് നാട്ടിൽ വിട്ടതും. മീൻസ് അവള് ഇവിടെ വന്ന് നോർമൽ ഡെലിവറി പോലെ ആ കുഞ്ഞിന് ഒഴിവായി പോയപ്പോ അവൾ എന്നെ അടുത്ത് പറഞ്ഞതാണ് അതൊരു ആൺകുഞ്ഞായിരുന്നു. അവൾ ആ കുഞ്ഞിന്റെ മുഖം കണ്ടു, ഒരു ആൺകുഞ്ഞായിരുന്നു. ആ കുഞ്ഞിനെ എന്താ പറയാ ജീവിക്കാൻ വേണ്ടി വന്ന കുഞ്ഞിനെ നശിപ്പിച്ച് കളഞ്ഞോളം എന്നൊരു പേരും കൂടി അവൻ കാരണം എനിക്ക് കിട്ടിയവളാ. അങ്ങനത്തെ ആ രീതിയിൽ അവള് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, സൂയിസൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അന്ന് ഈ അബോർഷൻ ചെയ്ത് കഴിഞ്ഞ ടൈമിൽ അവള് ഫുള്ള് ആ ഒരു ടെൻഷനിലും കാര്യങ്ങളിലും ആയിരുന്നു. ആ ഒരു ടൈമിൽ അവള് ചെയ്യണമായിരുന്നു. സൂയിസൈഡ് പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ അവള് അങ്ങനെ പോലും ചെയ്യാത്ത ഒരാള് ഇപ്പൊ പെട്ടെന്നൊരു ഇതിൽ ചെയ്യുമെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. അവൻ തന്നെയാണ് അവളെ പറഞ്ഞു വിട്ടത്. അന്നേരം അവള് പറഞ്ഞിരുന്ന അവള് മെസ്സേജ് അയച്ചത് 2 മാസം ആയിട്ടുണ്ടായിരുന്നെങ്കിൽ മരുന്ന് കഴിച്ച് മാറാനായിരുന്നു പറഞ്ഞിരുന്നത്. ഇതിപ്പോ 4 മാസം ആയില്ലേ, അതുകൊണ്ട് ഡെലിവറി പോലെ തന്നെ ചെയ്യണോന്നാ, മരുന്ന് എടുത്ത് ചെയ്യണോന്നാണ് പറഞ്ഞതെന്ന് ഓൾറെഡി അവള് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ തന്നെയാണ് ഇതിപ്പം അവൻ പറയുന്ന എന്താ, അവൻ അറിഞ്ഞില്ല, അവൻ അറിയാതെ അവൻ പറഞ്ഞു ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ അവൻ പറഞ്ഞു നാട്ടിൽ കയറി വാ, അതായത് തിരിച്ച് UAE കയറി വാ, എനിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് തന്നെയാണ് പറഞ്ഞത് എനിക്കിപ്പോ ശരീരം കൊണ്ട് ഭയങ്കര ശാരീരിക ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോ പെട്ടെന്ന് പോവാൻ പറ്റൂല, ഞാനിപ്പോ ഉടനെ വരുന്നില്ല എന്നുള്ള രീതി അവൻ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവളാണ് അവനോട് പറഞ്ഞത്. അങ്ങനെയാണ് അവൾ ഈ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ലേറ്റ് ആക്കിയത്, കുഞ്ഞിന്റെ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടിയിട്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.